Hi, welcome back to Trangur Gardens. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് റോസൊന്നും ആയിട്ടല്ല. എൻ്റെ ഗാർഡനിലെ കുറച്ച് വാട്ടർ ലില്ലീസും ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റോസിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വാട്ടർ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സംഭവം ഞാൻ റോസും അതിൻ്റെ കൂടെ വാട്ടർ പ്ലാന്റ്സും ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോട്ടസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. കുറേ നാളായി നമ്മൾ വാട്ടർ ലിലീസിൻ്റെയും ലോട്ടസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം റോസും ഇതും കൂടെ മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് ടെറസിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടെറസിൽ പോയിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം കാരണം നമ്മൾ ഫുൾ ടൈം ഈ റോസിൻ്റെ പുറകെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു 6 മണിക്ക് വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഈവനിങ് ആവും വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ടെറസിലൂടെ കയറിക്കഴിഞ്ഞാലും ഫ്ലവറിങ് ഒന്നും കാണാൻ പറ്റില്ല. താമര വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വാട്ടർ ലില്ലീസൊക്കെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചിലതൊക്കെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ അണഞ്ഞു തുടങ്ങും. ചിലതാണെന്നുണ്ടെങ്കിൽ 3 മണി വരെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 3 മണി വരെ നിൽക്കുന്ന ടൈപ്പാണ്. നമ്മൾ കോമൺ ആയിട്ട് വാട്ടർ ലില്ലീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നൊരു പനാമ പസഫിക് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ഇത് വന്നിട്ട് ബുൾസൈ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ ട്രോപ്പിക്കലാണ്. പനാമ എന്ന് പറയുമ്പോൾ ഒരു ഒരു ബ്ലൂ ഷെയ്ഡാണ്. നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ പാടത്തും പിന്നെ അതുപോലെ തന്നെ ഈ കുളത്തിലൊക്കെ കാണുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് അരുൺവാരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ വാട്ടർ ലില്ലീസിൽ കൂടുതലായിട്ടും ഞാൻ കളക്ട് ചെയ്യുന്നത് ഒരുപാട് പെറ്റൽസ് ഉള്ളതാണ്. നമുക്ക് കൂടുതലായിട്ടും ബോണ്ടിലൊക്കെ കാണുന്നത് സിംഗിൾ പെറ്റലായിട്ടുള്ള വെറൈറ്റീസാണ്. കൂടുതലായിട്ടും ചിലർ വെള്ള വൈറ്റ് കണ്ടിട്ടുണ്ടാവും, ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു റെഡ് പോലത്തെ ഒരു മജന്ത ഷെയ്ഡ്. അത് ഒരു വൈറ്റും മജന്ത ഷെയ്ഡിലും വലിയ പൂക്കൾ വരുന്നത് നൈറ്റ് ബ്ലൂമേഴ്സാണ്. രാത്രി വിരിയും, പകലൊരു 10 മണിയോടെ അതുങ്ങൾ അണഞ്ഞു തുടങ്ങും. അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഡിമാൻഡ് വളരെ കുറവാണ് കേട്ടോ ആ ഒരു ടൈപ്പിനെ. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നത് രാവിലെ വിരിഞ്ഞ് നമുക്ക് കൺകുളിരെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് ചമ്പു പട്ടാര എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഒത്തിരി നമ്മുടെ ലോട്ടസും വാട്ടർ ലില്ലീസും ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കളക്ഷൻ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഒരുപാട് മൾട്ടി പെറ്റൽസ് വരുന്ന വാട്ടർ ലില്ലീസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ലില്ലീസിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ലീഫ് പ്രൊപ്പഗേഷൻ വരുന്നുണ്ട്, ട്യൂബർ പ്രൊപ്പഗേഷനും വരുന്നുണ്ട്. അങ്ങനത്തെ വെറൈറ്റീസാണ് കൂടുതലും. പിന്നെ ഹാർഡി ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. ഹാർഡി എന്നൊക്കെ ഒത്തിരി തൈകൾ കിട്ടും, പക്ഷേ ഫ്ലവറിങ് ആയി കിട്ടാനായിട്ട് കുറച്ച് പാടുള്ള വെറൈറ്റീസാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ എൻ്റെ പേഴ്സണൽ കളക്ഷൻസിൽ ഒരുപാട് ഞാൻ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. കാരണം ഇത് മൊറാഡബി എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ടോ. കാരണം ഒത്തിരി നാളായി ഞാനിതിൻ്റെ പുറകെ നടന്നിട്ട്. ഏകദേശം നമ്മുടെ കഴിഞ്ഞ ലോഡിന് ശേഷം ഞാൻ ടെറസിലോട്ട് കയറിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ട്യൂബർ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് റോസിൻ്റെ പുറകെയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഫുള്ള് റോസിൻ്റെ പുറകെയാണ്. ലോട്ടസൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കും. കാരണം ആരെങ്കിലുമൊക്കെ നമ്മുടെ വാട്ടർ ലില്ലിയോ ലോട്ടസോ ഒക്കെ മേടിക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറും നോക്കുമെന്നല്ലാതെ എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ടൈം എൻ്റെ വാട്ടർ ലില്ലിയുടെയും ലോട്ടസിൻ്റെയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഐഡിയ ഒന്നുമല്ല, എൻ്റെ സ്വന്തം വെറൈറ്റിയാണ്. നമുക്ക് ഈ വാട്ടർ ലില്ലിയിൽ നിന്ന് സീഡ് കിട്ടും കേട്ടോ. ചില വെറൈറ്റിയിൽ നിന്ന് എനിക്കൊരു മിയാമി റോസ് എന്ന് പറയുന്ന വെറൈറ്റിയിൽ നിന്ന് ഒരു സീഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ സീഡ് കിളിർത്ത് വന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു കളറ് ചേഞ്ച് കണ്ടു ലീഫിൽ. ഒരു പർപ്പിൾ ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡ് പോലൊരു പർപ്പിൾ ഷെയ്ഡല്ല, അത് ഈ ഒരു കണ്ടില്ല, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് കണ്ടപ്പോൾ ഞാൻ അത് മാത്രം ഒന്നെടുത്ത് കെയർ ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ക്രാൻച്ചനോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഏകദേശം ഒരു ഞാൻ കളക്ട് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഇത് കണ്ടില്ല, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾ വാട്ടർ ലില്ലീസൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും റേറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെ മേടിക്കാതെ ഇച്ചിരി റേറ്റുള്ള ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വേറൊന്നുമല്ല, നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 150 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ വെറൈറ്റീസ് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കൂടുതൽ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇച്ചിരിയെങ്കിലും റേറ്റുള്ളൊരു ഐറ്റം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തൈ സെയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പിങ്ക് പേൾ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒത്തിരി ഇഷ്ടത്തോടെ വാങ്ങിയൊരു വെറൈറ്റി. പിന്നെ നമുക്ക് തുടക്ക സമയമാകുമ്പോൾ നമുക്ക് കുഞ്ഞ് ഒറ്റ ഇതിലുള്ളതായാൽ പോലും ഒത്തിരി ആസ്വദിക്കുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. ചെറിയ വെറൈറ്റീസിനെ വാങ്ങിക്കൂട്ടും. ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറിയ വെറൈറ്റീസ് മേടിച്ചിട്ട് പിന്നെ
നല്ല നല്ല വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 40-45 വെറൈറ്റി ആമ്പലുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ എൻ്റെ ഗാർഡനിലുണ്ടായി നിൽക്കുന്നതൊക്കെ കാണിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് ഞാൻ പിന്നെ ഇന്ന് ഇതിൻ്റെ തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. കാരണം ഇന്നും നിങ്ങൾ റോസിൻ്റെ വീഡിയോ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇത് പൂൻ സബ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഏകദേശം ഒരു ചെറിയൊരു ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ ഒരു ക്രീം കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു യെല്ലോയും ക്രീമും മിക്സ് ആയിട്ടുള്ളൊരു വെറൈറ്റി ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്. ഇത് ട്യൂബർ പ്രൊപ്പഗേഷനിൽ വരുന്നതാണ് കേട്ടോ ഇതും. അപ്പം നമ്മളിന്ന് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഗാർഡൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഏകദേശമൊക്കെ പണ്ട് തീർത്ത് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയും ഇടിയൊക്കെ വന്നത് കാരണം പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് നീറ്റ് അവിടെ ആക്കണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ച് വരാനൊക്കെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളി നീറ്റാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.